ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ വലിയ ബാവാ തിരുമേനി, അഭിയുന്നരായ സഹോദര മെത്രാപ്പൊലീത്തന്മാരെ, വന്യരായ റമ്പാച്ചന്മാരെ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാരെ, വൈദിക ശ്രേഷ്ഠരെ, ഷമ്മാച്ചന്മാരെ, വൈദിക വിദ്യാർത്ഥികളെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, സഹോദരി സഹോദരങ്ങളെ, ഒക്ടോബർ 26 മുതൽ ഇന്ന് സന്ധ്യ വരെയുള്ള ദിവസങ്ങളിൽ മഹാപരിശുദ്ധനായിരിക്കുന്ന പരിമല തിരുമേനിയുടെ 111ാമത്തെ ഓർമ്മ പെരുന്നാൾ ഭക്തി നിർഭരമായും അതേസമയം ആഘോഷത്തോടെയും നാം ഇവിടെ ആചരിക്കുകയാണ്. 100 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇടയൻ, നമ്മുടെ പിതാവും നമ്മുടെ സഭയെ നയിച്ച മഹാപരിശുദ്ധനുമായിരുന്ന ആ പിതാവ് നമ്മിൽ നിന്ന് സ്വർഗസനിലേക്ക് യാത്രയായി കഴിഞ്ഞു. സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇന്ന് നമ്മെ അന്വേഷിക്കുകയും നമ്മെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇത്രയും വിശ്വാസികൾ ഈ ദിവസങ്ങളിലൊക്കെ ഇവിടെ സന്നിഹിതരാകുന്നത്? ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് വിശ്വാസികൾ മത വർഗവർണ്ണ ഭേദമന്യേ ഈ കബറിടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ആശ്വാസം പ്രാപിച്ച് ദൈവാനുഗ്രഹം ധാരാളം സ്വീകരിച്ച് അവരവരുടെ ഭവനങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇവിടെ ഇപ്പോഴേ എത്ര സഹസ്രം വിശ്വാസികളുണ്ടെന്ന് എനിക്ക് കണക്ക് കൂട്ടുവാൻ പോലും നിവൃത്തിയില്ല. അത്രമാത്രം വിശ്വാസ സമൂഹത്തിൻ്റെ ഒരു സാന്നിധ്യമാണ് ഇവിടെ കാണുന്നത്. എന്തുകൊണ്ട് ഈ കബറിടത്തിലേക്ക് ഇത്രമാത്രം വിശ്വാസികൾ ഒഴുകി വരുന്നു എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും അവരുടെ ഹൃദയങ്ങളിൽ അനേക ഉത്തരങ്ങളുണ്ട്. കഴിഞ്ഞ 1, 2, 4 ദിവസങ്ങളായി പരിശുദ്ധ പരിമല തിരുമേനിയെക്കുറിച്ച് വ്യത്യസ്ത വീക്ഷണങ്ങളിലൂടെ പലരും പല വിധത്തിലും ഇവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ വിചാരം. തിരുമേനിയുടെ വിശുദ്ധ ജീവിതം, തിരുമേനിയുടെ സാമൂഹ്യ പ്രവർത്തനം, തിരുമേനിയുടെ ജീവകാരുണ്യ പ്രവർത്തനം, അങ്ങനെ ഒട്ടേറെ വീക്ഷണങ്ങളിലൂടെ തിരുമേനി എന്തെന്ന് നമുക്ക് ബോധ്യമാകത്തക്കവണ്ണം പലരും അക്ഷരങ്ങളിലൂടെ വരച്ചു കേൾപ്പിച്ചു. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നും തന്നെ ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടില്ല. പരിശുദ്ധന്മാരുടെ നാമം എത്ര തവണ ഉച്ചരിച്ചാലും അത് അധികമല്ല. ആ നാമം ഉച്ചരിക്കും തോറും അത് മധുരതരവും അത് ദൈവാനുഗ്രഹത്തിൻ്റെ മുഖാന്തരവുമായി തീരുകയാണ് ചെയ്യുന്നത്. 2-3 പ്രധാന ചിന്തകൾ മാത്രമാണ് ഈ സമയത്ത് പരിശുദ്ധ പരിമല തിരുമേനിയെക്കുറിച്ച് എനിക്ക് നിങ്ങളെ അറിയിക്കുവാനായിട്ടുള്ളത്. ഒന്നാമതായി, ലോകത്തിൻ്റെ ലൗകികതയെ തോൽപ്പിക്കത്തക്കവണ്ണമുള്ള ജീവിത വിശുദ്ധി അദ്ദേഹം നിലനിർത്തി എന്നുള്ളതാണ്. ലോകമെന്ന് പറയുന്നത് നന്മയുടെയും തിന്മയുടെയും ഒരു സമ്മിശ്ര രൂപമാണ്. ഒരുപക്ഷെ കൂടുതൽ തിന്മയുടെ ആധിപത്യമായിരിക്കും ലോകത്തിൽ ഉണ്ടാവുക എന്ന് വീക്ഷിക്കുന്നവരാണ് ഭൂരിപക്ഷവും എന്നെനിക്ക് തോന്നുന്നു. എന്തായിരുന്നാലും ലൗകികതയെ തോൽപ്പിച്ച് ലൗകികതയെ കീഴ്പ്പെടുത്തിക്കൊണ്ട് ജീവിത വിശുദ്ധി പാലിച്ചു, നിലനിർത്തി, കാത്തുസൂക്ഷിച്ചു എന്നുള്ളതാണ് പരിശുദ്ധ പരിമല തിരുമേനിയിൽ ഒന്നാമതായി ഞാൻ കാണുന്ന ജീവിത മാതൃക. പരിശുദ്ധ പരിമല തിരുമേനി ബാലനായിരിക്കുമ്പോൾ പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവാ തിരുമേനിയുടെ മുൻപിലേക്ക് ഈ ബാലനെ കൊണ്ടുവരത്തക്കവണ്ണം 4 പ്രധാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ ഈ ബാലനെ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. അത് വളരെ രസകരമാണ്. ആ ഇൻ്റർവ്യൂ ഏതാണ്ട് ഇപ്രകാരമാണ്. മധുരപരമായ ശബ്ദമാണ്. മാത്രമല്ല, ബാലനായിരിക്കുന്ന കൊച്ചൈപ്പോരായെ സംഗീതം പഠിപ്പിച്ചത്, സുറിയാനി പഠിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനായിരിക്കുന്ന ഗീവർഗീസ് മൽപ്പാനാണ്. ചാത്തുരുത്തി കുടുംബത്തിൽ തന്നെ. ആ ചാത്തുരുത്തി കുടുംബത്തിലെ ഗീവർഗീസ് മൽപ്പാനോടൊപ്പം
പുതുപ്പള്ളിയിലെ ഒരു ഫിലിപ്പോസ് കോറപ്പിസ്കോപ്പായും മുറന്തൂക്ക് കുടുംബത്തിലെ ഒരു വൈദികനും അതുപോലെ കരോട്ട് വീട്ടിലെ ഒരു വൈദികനും ഇങ്ങനെ 4 സീനിയർ വൈദികരെ കരിങ്ങാശ്ര പള്ളിയിൽ സമ്മേളിച്ച് ചാത്തുരുത്തി കുടുംബത്തിലെ ഗീവർഗീസ് മൽപ്പാൻ ഒരു വിചാരമുണ്ടായിരുന്നു. തൻ്റെ സഹോദരപുത്രനെ പരിശുദ്ധ പത്രോസ് പാത്രിയർക്കീസ് ബാവായെ കൊണ്ട് വൈദിക പദവിയുടെ ആദ്യ ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന്. പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായോട് അതങ്ങനെ പറയാൻ ആർക്കും വലിയ ധൈര്യമൊന്നുമില്ല. ഏതായിരുന്നാലും ഗീവർഗീസ് മൽപ്പാൻ ഒരു പ്രത്യേക ദിവസം ഈ ബാലനെയും കൊണ്ടാണ് കരിങ്ങാച്ചിറപ്പള്ളിയിലേക്ക് ചെല്ലുന്നത്. തൃപ്പൂണിത്തുറയടുത്ത് കരിങ്ങാച്ചിറപ്പള്ളിയിലേക്ക്. അവിടെ ചെന്ന് ഇവരെ വെടിവട്ടം പറഞ്ഞിരിക്കുമ്പോൾ ഈ ബാലനെ വിളിച്ചു വരുത്തി ഇവൻ്റെ കാര്യങ്ങളൊക്കെ അവിടെ സീനിയർ വൈദികൻ ചോദിച്ചറിയുക മാത്രമല്ല, ഇവൻ സുറിയാനി പഠിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ സുന്ദരമായൊരു പാട്ട് പാടാൻ പറഞ്ഞു. അതിമനോഹരമായ പാട്ട് ഈ ബാലൻ പാടിയപ്പോൾ മുറന്തൂക്കിലെ അച്ഛനും കരോട്ട് വീട്ടിലെ അച്ഛനും അതുപോലെ തന്നെ പുതുപ്പള്ളിയിലെ കോറപ്പിസ്കോപ്പ് അച്ഛനും ഏകസ്വരത്തിൽ പറഞ്ഞു, ഈ ബാലനെ നമുക്ക് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവായുടെ മുമ്പിൽ അവതരിപ്പിക്കാം. തീർച്ചയായും ഇദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ടാൽ ബാവ പ്രസാദിക്കും, കൊറുയോ പട്ടം കൊടുക്കും. പാട്ട് കേട്ട് ഈ 4 സീനിയർ വൈദികന്മാരും വളരെ തലയാട്ടി ഏറെ ആസ്വദിച്ചു. അതിനിടയ്ക്ക് ഒരു രസമുണ്ടാകുന്നത് മറ്റൊന്നുമല്ല, പുതുപ്പള്ളി വൈദികൻ വേഗം തൻ്റെ കൈപ്പെട്ടിയിൽ നിന്ന് അല്പം പണമെടുത്ത് ഈ ബാലൻ്റെ നേരെ നീട്ടുകയാണ്. ഈ ബാലൻ പറഞ്ഞു, ഈ പണം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മാത്രമല്ല പണത്തിൻ്റെ ആവശ്യമൊന്നും എൻ്റെ മനസ്സിൽ ഇതുവരെ തോന്നിയിട്ടുമില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ വിനയത്തോടെ തിരസ്കരിച്ചപ്പോൾ പിതാവിൻ്റെ സഹോദരൻ കണ്ണിറുക്കി കാണിച്ചു അത് തിരസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വളരെ വിനയഭാവത്തോടെ അത് സ്വീകരിക്കുന്നുണ്ട്. ഈ ജമ്മാച്ചന്മാർക്ക് ഞാനിപ്പോൾ ഒരു കവർ തന്നാൽ എന്തായിരിക്കും നിങ്ങൾ പറയുന്നത്? അത് പൊളിച്ചു നോക്കിയിട്ട് തിരുമേനി ഇത്രേ ഉള്ളോ? കാരണം നമുക്കിത് കിട്ടണം എന്നുള്ള വിചാരമാണ്. ബാലനായിരിക്കുന്ന ചാതുരുത്തിയിലെ കൊച്ചൈപ്പോര ബാലനെ പണം കിട്ടിയപ്പോഴും പറയുന്നു, എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ, ഇതിൻ്റെ ആവശ്യം ഇപ്പോൾ എനിക്ക് ഒന്നും തന്നെ തോന്നുന്നില്ല എന്ന്. പ്രിയമുള്ളവരെ, ഈ കൊച്ചൈപ്പോര എന്ന് പറയുന്ന ബാലൻ കോറൂയോ ആയി, പോരാ വൈദികനായി, റംബാനായി, മേൽപ്പട്ടക്കാരനായി. വൈദികനായ സമയത്താണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരനെ മസൂരി രോഗം വരുന്നത്. മസൂരി രോഗം വന്നപ്പോൾ ശുശ്രൂഷിക്കുന്നത് ഈ ചമ്മാച്ചനാണ്, ചാതുര്യത്തിലെ കൊച്ചി അമ്മാച്ചനാണ്. അപ്പോൾ ചാതുര്യത്തിലെ വലിയ ഈ വസൂരി രോഗം പിടിച്ച മൽപ്പാനത്തിന് അറിയാം വസൂരി രോഗം വന്നാൽ മരിക്കാതിരിക്കുകയില്ലെന്ന്. അതുകൊണ്ട് ഈ കുട്ടിയെ, ഈ കൊച്ചു ചമ്മാച്ചനെ അവിടെ നിന്ന് അടിച്ചോടിക്കാൻ തക്കവണ്ണം, അടിച്ചോടിക്കാനല്ല സമാധാനപൂർവ്വം പറഞ്ഞയക്കാൻ തക്കവണ്ണം പഠിച്ച പണി 18 നോക്കി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ പിതാവിൻ്റെ സഹോദരനെ ശുശ്രൂഷിക്കുവാനുള്ള അവകാശം എൻ്റേതാണ്. മസൂരി രോഗമോ അതിനേക്കാൾ വലിയ രോഗമോ വരട്ടെ, അതൊന്നും എൻ്റെ ജീവിതത്തിൽ വിഷയമല്ല. ഏതാനും ദിവസങ്ങൾക്കകം അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സഹോദരൻ അവിടെ മരിക്കുകയാണ്. മരിച്ചു കഴിഞ്ഞ് 8ാം ദിവസം ഈ ബാലനും ഈ ചമാച്ചനും ഇത് തന്നെ പിടിക്കുകയാണ്. പ്രിയമുള്ളവരെ, അവിടെയൊന്നും മനസ്സ് തളരാതെ വളർന്ന ഒരു ജീവിത വിശുദ്ധി നമ്മളവിടെ കാണുന്നു. ലൗകികതയെ തോൽപ്പിക്കത്തക്കവണ്ണമുള്ള ഒരു ജീവിത വിശുദ്ധി അത് ചെറുപ്പം മുതൽ തന്നെ ഈ ബാലനിൽ ഉണ്ടായിരുന്നു. ജീവിത വിശുദ്ധി ഉണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടിയത് ധനത്തോടുള്ള ആസക്തിയില്ലായ്മയാണ്, ആഡംബരങ്ങളോടുള്ള അപ്രിയമാണ്, അതുപോലെ ഉന്നത സ്ഥാനങ്ങളോടുള്ള വേണ്ടെന്നുള്ള വികാരമാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ജീവിത വിശുദ്ധി നിലനിർത്തുമ്പോൾ ഉണ്ടാകും. ഏതായിരുന്നാലും ഈ ജീവിത വിശുദ്ധി നിലനിർത്തുവാൻ തക്കവണ്ണം ചെറുപ്രായത്തിൽ തന്നെ ഈ കുഞ്ഞിനെ ഒരു പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു. ആ വിധത്തിൽ വളർത്തപ്പെട്ടു. അദ്ദേഹം വളർത്തപ്പെട്ടത് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സ്വന്തം മാതാവ് മരിച്ചുപോയി. ഏറ്റവും മൂത്ത സഹോദരി മറിയമാണ് ഈ കുഞ്ഞിനെ അമ്മയെപ്പോലെ വാരിയെടുത്ത് വളർത്തിയത്. പ്രിയമുള്ളവരെ, ചെറുപ്പത്തിൽ തന്നെ ജീവിത വിശുദ്ധിയാണ് ഈ ബാലൻ്റെ മുഖമുദ്ര. ആ വിധത്തിൽ വളർന്ന് വലുതാവുകയാണ്.
ജീവിതമുദ്ര, ഈ ജീവിതവിശുദ്ധി ഉണ്ടാകണമെങ്കിൽ മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ആവശ്യമുണ്ടെന്നാണ് എൻ്റെ വിചാരം. ഒന്ന്, മനസ്സിൻ്റെ നിർമ്മലത, അതുപോലെ തന്നെ ജീവിതത്തിലെ അനുഷ്ഠാനങ്ങൾ. ഇത് രണ്ടുമില്ലാതെ ജീവിതവിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ ആർക്കും സാധിക്കയില്ലെന്നാണ് എൻ്റെ വിചാരം. മനസ്സിൻ്റെ നിർമ്മലതയും അനുഷ്ഠാനങ്ങളിലുള്ള ശുഷ്കാന്തിയും. എന്താണ് മനസ്സിൻ്റെ നിർമ്മലത? ഉപനിഷത്തുകൾ വായിച്ചാൽ അറിയാം, ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് 5 കുതിരകൾ പൂട്ടിക്കെട്ടിയ ഒരു രഥമാണ്. പഞ്ചേന്ദ്രിയങ്ങളാകുന്ന 5 കുതിരകൾ, അതുപോലെ തന്നെ മനസ്സാകുന്ന കടിഞ്ഞാൺ, ബുദ്ധിയാകുന്ന തേരാളി, ശരീരമാകുന്ന രഥം, അങ്ങനെയുള്ളൊരു വാഹനമാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ശരീരം എന്ന് പറയുന്നത് പിടിച്ചോടത്തൊന്നും നിൽക്കത്തില്ല. മനസ്സാകുന്ന കടിഞ്ഞാണും പഞ്ചേന്ദ്രിയങ്ങളാകുന്ന കുതിരകളും ബുദ്ധിയാകുന്ന തേരാളിയും ശരീരമാകുന്ന രഥവും, ഇതിനെയാണ് നിർമ്മലമാക്കി സൂക്ഷിക്കേണ്ടത്. അത് അനുഷ്ഠാനങ്ങളിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മനസ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുവാനും അനുഷ്ഠാനങ്ങൾ നിഷ്ഠകളിലൂടെ അതിനെ നിയന്ത്രിച്ച് ജീവിതവിശുദ്ധി കാത്തു സൂക്ഷിക്കുവാനും പരിശുദ്ധ പരിമല തിരുമേനി ബാല്യകാലത്തിൽ തന്നെ അദ്ദേഹത്തിന് ആ നെൽവരമുണ്ടായിരുന്നു, ആഗ്രഹമുണ്ടായിരുന്നു. ആ വിധത്തിൽ അദ്ദേഹം വളർത്തു വലുതായി എന്നുള്ളതാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് ജീവിതവിശുദ്ധിയാണ് പരിശുദ്ധ പരിമല തിരുമേനിയുടെ മുഖമുദ്ര. ആ ജീവിതവിശുദ്ധി ഉണ്ടാകുമ്പോഴേ ഇന്നലെ പല പിതാക്കന്മാരും പല പ്രസംഗങ്ങളിലൂടെ നിങ്ങൾ കേട്ടു. സത്യസന്ധത, ധനത്തോടുള്ള ആസക്തിയില്ലായ്മ, അതുപോലെ തന്നെ ദൈവത്തിലുള്ള ആഴമായ വിശ്വാസം, അനുഷ്ഠാനങ്ങൾ, പ്രാർത്ഥന, നോമ്പ്, ഉപവാസം, ദണ്ഡനമസ്കാരം, അങ്ങനെ തുടരുകയാണ്. അത് ഒരു ദിവസം പോരാ. ഈ അനുഷ്ഠാനങ്ങൾ എന്ന് പറയുന്നത് ഇൻസുലിൻ എടുക്കുന്നത് പോലെയാണ്. ജീവിതവിശുദ്ധി എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ കാത്തു സൂക്ഷിക്കുവാൻ എന്നും എൻഡ് ഓഫ് ദ ലൈഫ് ഈ അനുഷ്ഠാനങ്ങൾ ആവശ്യമുണ്ട്. അനുഷ്ഠാനങ്ങൾ ഇല്ലാത്തൊരു വ്യക്തിക്ക് ജീവിതവിശുദ്ധി ഉണ്ടാകണമെന്നില്ല. ജീവിതവിശുദ്ധി കാത്തു സൂക്ഷിക്കണമെങ്കിൽ മനസ്സിൻ്റെ നിർമ്മലതയും അനുഷ്ഠാനങ്ങൾ തടസ്സം കൂടാതെ കാത്തു സൂക്ഷിക്കുന്ന ജീവിത ശൈലിയും നമുക്കുണ്ടാകണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പശ്ചാത്തലത്തിലാണ് അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനം ചെയ്യുന്നത് എന്ന എൻ്റെ ഒരു വിചാരം. ജീവകാരുണ്യ പ്രവർത്തന ശൈലിയെക്കുറിച്ച് എനിക്ക് വ്യത്യസ്തമായൊരു വീക്ഷണമുണ്ട്. ഇന്ന് വളരെയധികം പറഞ്ഞു കേൾക്കുന്നൊരു പദമാണ് ചാരിറ്റി. ഞങ്ങളൊക്കെ ചാരിറ്റിയുടെ വക്താക്കളാണ്. മെത്രാപ്പോലീത്ത ഞങ്ങൾ ചാരിറ്റിയാണ് പിന്നെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഞാൻ പറയുന്നു, ചാരിറ്റി പ്യൂരിറ്റിയോടുകൂടി അല്ല എങ്കിൽ ചാരിറ്റി വൃഥാവാണ്. പ്യൂരിറ്റി ഇല്ലാത്ത ചാരിറ്റി വളരെ അപകടകരമാണ്. ഒരുപാട് ചാരിറ്റി ചെയ്യുമ്പോൾ നമുക്കൊരു ഹാലവും ഉണ്ടാകും. ഈ ഹാലം ഉണ്ടാകുമ്പോൾ നാം നമ്മുടെ ഉള്ളിലേക്ക് ഒരിക്കലും പ്രവേശിക്കുകയില്ല, നമ്മെ ഇവാലുവേറ്റ് ചെയ്യുകയില്ല. അപ്പോൾ പ്യൂരിറ്റി എന്ന് പറയുന്നത് അങ്ങ് ഒഴുകിപ്പോകും. അപ്പോൾ ചാരിറ്റി ഉണ്ടാകണമെങ്കിൽ പ്യൂരിറ്റി ഉണ്ടാകണം. പ്യൂരിറ്റി ഇല്ലാത്ത ചാരിറ്റി കൊണ്ട് ഉപകാരപ്പെടുന്നത് വാങ്ങുന്നവൻ മാത്രമേ ഉള്ളൂ, കൊടുക്കുന്നവനൊന്നുമല്ല. അവന് നഷ്ടമാണ് ഉണ്ടാകുന്നത്. ഞാൻ കൊടുക്കുന്നവൻ, നിങ്ങൾ വാങ്ങുന്നവൻ, ഈ വികാരത്തോടെയാണ് ചാരിറ്റി ചെയ്യുന്നതെങ്കിൽ ചാരിറ്റി വട്ടപൂജ്യം എന്ന് ഞാൻ പറയും. ഞാൻ കൊടുക്കുന്നവൻ, നിങ്ങൾ വാങ്ങുന്നവൻ എന്നുള്ള വികാരമാണ് ചാരിറ്റിക്കെങ്കിൽ ചാരിറ്റി പ്യൂരിറ്റി ഇല്ലാത്തതായി തീരും. പ്യൂരിറ്റി ഇല്ലാത്ത ചാരിറ്റി എന്ന് പറയുന്നത് പ്രയോജനരഹിതമാണ്. വാങ്ങുന്നവന് മാത്രമേ ഉപകാരം കിട്ടുകയുള്ളൂ, കൊടുക്കുന്നവന് ഒരു ഉപകാരവും കിട്ടുകയില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിരീക്ഷണമാണിത്. ചാരിറ്റി കൊണ്ട്, പ്യൂരിറ്റി നോക്കാതെ ചാരിറ്റി കൊണ്ട് നമുക്ക് പുണ്യം നേടാമെങ്കിൽ കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്നത്. കേരള മുഖ്യമന്ത്രി ചെയ്യുന്നിടത്തോളം ചാരിറ്റി നമ്മൾ ആരും ഒരിക്കലും ചെയ്യുന്നില്ല. ഞാൻ പറഞ്ഞത് ചാരിറ്റി കൊണ്ട് മാത്രം പുണ്യം നേടാൻ ഒക്കുകയില്ല. ഉള്ളിൻ്റെ ഉള്ളിൽ പ്യൂരിറ്റി കൂടി ഉണ്ടാകണം. ഇത് പരിശുദ്ധ പിതാക്കന്മാരുടെ മാതൃകയാണ്. പരിമല തിരുമേനിയോ പാമ്പാടി തിരുമേനിയോ ആർക്ക് കൊടുത്തു എന്ന് പോലും അറിയാൻ പാടില്ലാത്തവർക്കാണ് കൊടുത്തിട്ടുള്ളൂ. അല്ലാതെ 2 തയ്യൽ മെഷീൻ കൊടുക്കുമ്പോൾ 5 മന്ത്രിമാരെയും വിളിച്ച് ഒരു വലിയ നോട്ടീസൊക്കെ പ്രിൻ്റ് ചെയ്ത്
ഇതാ ഞങ്ങൾ കൊടുത്തേന്ന് പറഞ്ഞ് വിളിച്ചു പോകുന്ന ആ ചാരിറ്റിയുടെ ശൈലിയോട് വ്യക്തിപരമായി എനിക്ക് വിയോജിപ്പുണ്ട്. സഹോദര മെത്രാപ്പൊലീത്തന്മാർ എന്നോട് ക്ഷമിക്കണം. ഞാൻ പറയുന്നത്, പരിശുദ്ധ പരിമല തിരുമേനിക്ക് ചാരിറ്റി ഉണ്ടായിരുന്നു. അത് പ്യൂരിറ്റിയിൽ നിന്ന് വരുന്ന ഒരു റിഫ്ലക്ഷനാണ്. ജീവിത വിശുദ്ധിയിൽ നിന്നാണ് ചാരിറ്റി ഉണ്ടാകേണ്ടത്. അല്ലാതെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കാതെ ചാരിറ്റി ആരെങ്കിലും ചെയ്യുന്നെങ്കിൽ ഞാൻ പറയും ഗവൺമെൻറ്റാണ് ഏറ്റവും വലിയ ചാരിറ്റിയുടെ വക്താവ്. അപ്പോൾ അവരാണ് ആദ്യം സ്വർഗത്തിൽ പോകേണ്ടത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്താതിരിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രിയമുള്ളവരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഈ ചാരിറ്റിയുടെ വികാരം എന്താണ്? കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒന്നുമല്ല. ഞാൻ കൊടുക്കുന്നവനും നിങ്ങൾ വാങ്ങുന്നവനും എന്നുള്ള വികാരമൊന്നും പരിമല തിരുമേനിക്ക് ഉണ്ടായി എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. നിന്റെ വേദന എൻ്റെ വേദനയാണ്, നിന്റെ രോഗം എൻ്റെ രോഗമാണ്. ഒരു പാവപ്പെട്ടവൻ ഒരു രോഗിയായിട്ട് വന്ന് തിരുമേനിയുടെ അടുത്ത് വരുമ്പോൾ തിരുമേനിയുടെ വികാരം ഞാൻ ഏതാണ്ട് ഊഹിക്കുന്നത് അത് എൻ്റെ രോഗമാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത്, ദൈവമേ, ഈ ഇവിടെ നിൽക്കുന്ന എൻ്റെ തന്നെ സ്വന്തക്കാരൻ, എൻ്റെ തന്നെ ജീവനും മാംസവുമാകുന്ന ഒരു വ്യക്തി, അവൻ്റെ രോഗം മാറ്റണേ എന്നാണ് തിരുമേനിയുടെ പ്രാർത്ഥനയെങ്കിൽ അത് തമ്പുരാനെ അനുവദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം പരിമല തിരുമേനിയോട് ദൈവത്തിൻ്റെ ഏറ്റവും വലിയ സ്നേഹമെന്ന് പറയുന്നത് അത് വളരെ 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 വലുതാണ്. അതുകൊണ്ട് പരിമല തിരുമേനി മിഷൻ പ്രവർത്തനം ചെയ്തപ്പോഴും വിദ്യാഭ്യാസ വിഷയം ചെയ്തപ്പോഴും ഒക്കെ മറ്റുള്ളവരുടെ ഉന്നമനവും ഉയർച്ചയും മാത്രം ആർക്ക് ലഭിക്കുന്നു എന്ന് പോലും അവർക്ക് അറിയാൻ പാടില്ല. നിങ്ങൾ ചാരിറ്റി ചെയ്യുമ്പോൾ ആർക്കാണ് കൊടുക്കുന്നത് എന്ന് അറിയാതെ നിങ്ങൾക്ക് കൊടുക്കാൻ ഒക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ അതായിരിക്കും കുറെ കൂടെ മെച്ചപ്പെട്ട ചാരിറ്റി എന്നാണ് എൻ്റെ കണക്ക് കൂട്ടൽ. അങ്ങനെയാണെങ്കിൽ മലങ്കര സഭയുടെ മക്കൾ ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. നിങ്ങൾ തരുന്ന ആർക്കാ കൊടുക്കണമെന്നൊന്നും നിങ്ങളോട് പറഞ്ഞിട്ടൊന്നുമല്ല ഞങ്ങൾ കൊടുക്കുന്നത്. ഞങ്ങളങ്ങോട്ട് കൊടുക്കും. ഞങ്ങളാ കൊടുക്കുന്നത് കുഴപ്പക്കാരനല്ലല്ലോ എന്ന് ഞങ്ങൾ ടെസ്റ്റ് ചെയ്യും. ഞങ്ങൾക്കറിയാതെ ആർക്കാ കൊടുത്തതെന്ന് നിങ്ങൾക്കൊന്നും അറിയില്ല. നിങ്ങൾ ഞങ്ങളുടെ കയ്യിൽ പൈസ തരുന്നത് ശരിയാണ്, ഞങ്ങളെ വിശ്വസിക്കുന്നു, ഞങ്ങൾ പൈസ തരുന്നു, ഞങ്ങൾ കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത്, ആർക്കാണ് കൊടുക്കുന്നതെന്ന് അറിയാതെ കൊടുക്കുന്നതാണ് ചാരിറ്റിയുടെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു രൂപമെന്ന് ഞാൻ പറയുന്നത് ഒരു 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 മറ്റൊരു വിധത്തിലല്ലെന്ന് ഞാൻ വിചാരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ എൻ്റെ വാക്കുകളിലൂടെ ദീർഘിപ്പിക്കുന്നില്ല. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിത വിശുദ്ധി, ജീവിത മാതൃക, പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിത വിശുദ്ധിയെ നിലനിർത്താനുള്ള അനുഷ്ഠാനങ്ങൾ, നിർമ്മലമായ മനസ്സ് കാത്തു സൂക്ഷിക്കുവാനുള്ള തിരുമേനിയുടെ തത്രപ്പാട്, പ്രാർത്ഥനയും ഉപവാസവും ദണ്ഡ നമസ്കാരത്തിനും ഒരു കുറവുമില്ലാത്ത നിലപാട്, മനസ്സിൻ്റെ നിർമ്മലത കാത്തു സൂക്ഷിക്കുവാനുള്ള ആത്മനിയന്ത്രണം, ഇതൊക്കെ കാത്തു സൂക്ഷിച്ച അദ്ദേഹം ഒരുപാട് മിഷൻ പ്രവർത്തനം ചെയ്തു, ഒരുപാട് വിദ്യാഭ്യാസ വിഷയങ്ങൾ ചെയ്തു, ഒരുപാട് കാര്യങ്ങൾ. വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് 2 മെത്രാപ്പോലിത്തന്മാരെ വാഴിച്ചു. ഗോവയിൽ ചെന്ന് അൽവാറിസ് തിരുമേനിയെ വാഴിച്ചു. സിലോണിൽ ചെന്ന് അമേരിക്കയിലോ എങ്ങോ ചെന്ന് റെനി വിലാത്തി തിരുമേനിയെ വാഴിച്ചു. പരിശുദ്ധ പരിമല തിരുമേനി എന്ന് പറയുന്നത് കർമ്മനിരതനായിരുന്നു. സൈമൾട്ടേനിയസ്ലി ജീവിത വിശുദ്ധി കൃത്യമായി സൂക്ഷിച്ചു, പാലിച്ചു എന്നുള്ളതാണ്. ഇത് എളുപ്പമല്ല നമുക്ക്. കാരണം ചേമ്പിലയിൽ വെള്ളം വീണാൽ വെള്ളം ഉരുണ്ട് വീഴും, ഇലയെ ബാധിക്കുകയില്ല. അതുപോലെ തന്നെ കടൽ മത്സ്യം കറി വെച്ചാൽ ഉപ്പ് ചേർത്തെങ്കിലേ ഉപ്പ് രസം കാണുകയുള്ളൂ, അല്ലെങ്കിൽ കടൽ മത്സ്യത്തിന് ഉപ്പ് രസമൊന്നും കാണുകയില്ല എന്ന് പറയുന്നത് പോലെ ലൗകികതയുടെ മധ്യത്തിൽ കഴിയുന്ന നമുക്ക് ലൗകികത കലർന്നു ചേരാതെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിക്കുവാൻ കഴിയുമ്പോഴാണ് അത് ദൈവികമായ ഒരു വലിയ മാതൃകയായി തീരുന്നത് എന്ന് നിരീക്ഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വിധത്തിലുള്ള ഒരു ആധ്യാത്മികമായ മാതൃക നമുക്ക് നൽകി. ഇത് ഇടയ്ക്കൊന്നും മലങ്കര സഭയ്ക്ക് ഒരു നൂറ്റാണ്ടിലൊക്കെ ഒരാളെ കിട്ടിയാൽ കിട്ടി, അത്ര വിചാരിച്ചാൽ മതി. ഞാനും നിങ്ങളുമൊക്കെ ഇപ്പോൾ ഒരേ രൂപത്തിൽ തന്നെയാണ്. നമ്മളാരും വലിയ മെച്ചപ്പെട്ട പാർട്ടികളൊന്നും അല്ല. നമുക്ക് ഈ ആസക്തിയും നമുക്ക് ഈ പണം വേണമെന്നുള്ള വിചാരവും ഇച്ചിരി പ്രസിദ്ധി വേണമെന്നുള്ളത് ഒരു കാലം ഉണ്ടാക്കിയെടുക്കണമെന്നും ഒക്കെ എനിക്കും വിചാരമുണ്ട്. ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ പൂർണ്ണരാകുന്നില്ല എന്ന മറുവശം ഒന്ന് വെറുതെ ഞാനൊന്ന് നിരീക്ഷിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയമുള്ളവരെ, പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് ഇന്ന് ഒരു ശക്തിയാണ്. മലങ്കര സഭയുടെ കരുത്തെന്ന് പറയുന്നത് പരിശുദ്ധന്മാരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയുമാണ്. അതിൽ നിന്നൊട്ടും നമ്മൾ അസഹ്യപ്പെടേണ്ട ആവശ്യമില്ല. പക്ഷേ പരിശുദ്ധ സഭയുടെ ചില വെല്ലുവിളികൾ ഇപ്പോൾ നേരിടുന്നുണ്ട്. അത് നമ്മൾ മറന്നു പോകാതിരിക്കണമെന്നും കൂടെ ഞാനൊന്ന്
ഓർമ്മിപ്പിക്കട്ടെ, കേരളത്തിൽ ഇത്രമാത്രം ഗവൺമെൻറ്റിനാൽ അവഗണിക്കപ്പെടുന്നൊരു സമൂഹമുണ്ടെന്ന് എനിക്ക് വിചാരമില്ല. നീതി നിഷേധിക്കപ്പെടുന്നത് എപ്പോഴും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്കാണ്. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട യാക്കോബായ സഭയുടെ പ്രാദേശിക മേലധ്യക്ഷൻ എന്നെ ഒരു കാര്യം പഠിപ്പിച്ചു. അതെന്താണെന്നറിയാവോ? അദ്ദേഹത്തോട് ആ കാര്യത്തിൽ എനിക്ക് നന്ദിയുണ്ട്. കേരള ഗവൺമെൻറ്റിനെ എങ്ങനെയാണ് മുൾമുനയിൽ നിർത്തേണ്ടത് എന്ന് അദ്ദേഹം പഠിപ്പിച്ചിരിക്കുന്നു. കേരള സർക്കാരിനെ വരപ്പിക്കാൻ യാക്കോബായ സഭയുടെ പ്രാദേശിക അധ്യക്ഷന് കഴിയുന്നു എന്നുള്ളതാണ്. ആ പിതാവിൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും മന്ത്രിമാരൊക്കെ ഞെട്ടി ഞെട്ടി വിറയ്ക്കുകയാണ്. അവർ രാത്രി ഈ പേര് കേൾക്കുമ്പോൾ ഉറക്കമില്ലാതെ എഴുന്നേൽക്കുകയാണ്. ഞാൻ പല മന്ത്രിമാരോടും സംസാരിച്ചിട്ടുണ്ട്, മുഖ്യമന്ത്രിയോടും സംസാരിച്ചിട്ടുണ്ട്. യാക്കോബായ സഭയുടെ മാർ തോമസ് ഒന്നാമൻ പിതാവിൻ്റെ പേര് കേൾക്കുമ്പോഴേക്കും അവർക്ക് എന്തോ ഒരു അങ്കലാപ്പ്. ആ അങ്കലാപ്പ് കൊണ്ടാണ് നമുക്ക് നീതി നിഷേധിക്കപ്പെടുന്ന പരോക്ഷമായി അവർ സമ്മതിക്കുകയാണ്. ഇതിനെന്താണ് പ്രതിവിധി അറിഞ്ഞുകൂടാ. അവർക്കും അറിയാൻ മേല, എനിക്കും അറിയാൻ മേല. രാഷ്ട്രീയ പ്രതിരോധമില്ലാത്ത ഏക സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. നമുക്ക് വേണ്ടി ആരും ഒന്നും വാദിക്കാനില്ല. ഉയരത്തിലെ ദൈവം ഒഴിച്ച് മറ്റാരും വാദിക്കാനില്ല. നീതി നിഷേധിക്കപ്പെടുമ്പോൾ നാം നിസ്സഹായരായി മേലോട്ട് നോക്കി നിലവിളിക്കുകയല്ലാതെ മാർഗമില്ല. കേരള ഗവൺമെൻറ്റിനെ ഇതുപോലെ മുൻമുലയിൽ നിർത്തിയ ഏതെങ്കിലും ഒരു സമൂഹം കേരളത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു ക്രിസ്തീയ വിഭാഗം ഇവിടെ ഉണ്ടോ? ഉണ്ടെന്ന് എനിക്ക് വിചാരമില്ല. 1956 കേരളം നിലവിൽ വന്നത്. ഇന്നലെയല്ലേ കേരളത്തിൻ്റെ പിറവി ദിനം. ഈ ചരിത്രത്തിൽ ഈ 1956 മുതലുള്ള കാലയളവിൽ കേരള ഗവൺമെൻറ് എന്ന് വരപ്പിക്കുന്ന വിധത്തിലുള്ള പൊടിക്കൈ എന്താണെന്ന് എൻ്റെ ശ്രേഷ്ഠ സഹോദരനോ എന്തോ പറയണമെന്ന് എനിക്ക് അറിയാമല്ല, എൻ്റെ ബാബ യാക്കോബായ സഭയുടെ അധ്യക്ഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ആ മാർഗം സ്വീകരിക്കാൻ മേല. ആ മാർഗം സ്വീകരിക്കാനുള്ള തൊലിക്കട്ടി ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, എല്ലാം നടക്കും. പക്ഷേ നീതി നിഷേധിക്കപ്പെടുന്നൊരു അതിരുണ്ട്. ദൈവം അത് പൊറുക്കുകയില്ല. ഇന്നല്ലെങ്കിൽ നാളെ ആ നീതി, നിഷേധിക്കപ്പെട്ട നീതി തിരിച്ച് ലഭിക്കേണ്ടി വരും. ഒരു സംശയവുമില്ല. ഞാനങ്ങനെ വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. നമുക്ക് രാഷ്ട്രീയ പ്രതിരോധം പറയാൻ ആരുമില്ല. നമ്മുടെ കൂടെ ഈ സഭയ്ക്ക് വേണ്ടി വാദിക്കാൻ ജുഡീഷ്യറിയിൽ രാഷ്ട്രീയം കലർത്തിയാണ് ഇന്ന് ഈ നാടകങ്ങളൊക്കെ ഇവിടെ അരങ്ങേറുന്നത്. ജുഡീഷ്യറിയിൽ രാഷ്ട്രീയം കലർത്തി എന്തിനു വേണ്ടി? മലങ്കര സഭയെ തോൽപ്പിക്കാൻ വേണ്ടി. ആരെ? രാഷ്ട്രീയ നേതൃത്വം. ഇത് മലങ്കര സഭ തിരിച്ചറിയേണ്ട കാലം കഴിഞ്ഞു. അതിനർത്ഥം മലങ്കര സഭ ഒരു കൊടിയുടെ കീഴിൽ വരണമെന്നല്ല ഞാൻ പറഞ്ഞത്. മലങ്കര സഭയ്ക്ക് രാഷ്ട്രീയമില്ല, അതും ഞാൻ തർപ്പിച്ച് പറയുകയാണ്. പക്ഷേ നീതി നിഷേധിക്കപ്പെട്ട ഇതുപോലുള്ള ഒരു ഗ്രൂപ്പ്, ഒരു സമൂഹം, ഒരു സമുദായം കേരളത്തിൽ ഇല്ല എന്നുള്ള നിലവിളി വളരെ ശക്തമായിട്ട് നമ്മൾ ഓർത്തേ പറ്റൂ. അത് സഭയുടെ പല വെല്ലുവിളിയാണ്. യാക്കോബായ സഭയ്ക്ക് ഇപ്പോഴത്തെ മന്ത്രിമാരുണ്ട്, മുൻ മന്ത്രിമാരുണ്ട്, MP ഉണ്ട്, MLA മാരുണ്ട്. അവിടെയുള്ളവരെല്ലാവരും തന്നെ യാക്കോബായ സഭയുടെ ആജ്ഞാനുവർത്തികളാണ്. തൂപ്പുകാരൻ മുതൽ ജില്ലാ കലക്ടർ വരെയുള്ള ആളുകൾ ആ സഭയുടെ ആജ്ഞാനുവർത്തികളായിട്ട് വർത്തിക്കുന്നത് കാണുമ്പോൾ സഹതാപവും ദുഃഖവുമുണ്ട്. കേരള മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിച്ചതാണ്, തൂപ്പുകാരൻ മുതൽ ജില്ലാ കലക്ടർ വരെ പാത്രിയർക്കീസ് പക്ഷത്തെ ആജ്ഞാനുവർത്തികളെ നിങ്ങളവിടെ അപ്പോയിന്റ് ചെയ്തിട്ട് നീതി ലഭിക്കുന്നില്ല എന്ന് ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ കൈമലർത്തുന്നതിൽ എന്ത് നീതിയുണ്ട് എന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്, ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയോട് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുകയല്ല. നിങ്ങൾ കേൾക്കാൻ ചോദിക്കുകയില്ല. പ്രിയമുള്ളവരെ, അനീതിയാണെന്ന് വിളിച്ചു പറയുവാനുള്ള ചങ്കൂറ്റം മലങ്കര സഭയ്ക്കുണ്ട്. എന്തെല്ലാം അപകടങ്ങൾ വരട്ടെ, നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കാത്തു സൂക്ഷിക്കുന്ന സർവശക്തൻ നമ്മോടൊപ്പമുണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുണ്ട്, പരിശുദ്ധ പാമ്പാടി തിരുമേനിയുണ്ട്, വിശുദ്ധ കന്യമറിയാൻ നമുക്കുണ്ട്, പരിശുദ്ധ മാർത്തോമാ ശ്ലീഹായുണ്ട്. പ്രിയമുള്ളവരെ, വളരെ ദുഃഖം കൊണ്ട് പറയുകയാണ്, ഇതിൻ്റെ ഒരു കുറ്റം നമ്മുടേത് തന്നെയാണ്. ഇന്നലെ നമ്മുടെ സ്വന്തമെന്ന് വിചാരിക്കപ്പെടുന്ന ചിലരെ ഒരു കാല് ദേവലോകത്തും ഒരു കാല് പുത്തൻകുരിശിലെ വെച്ചിരിക്കുന്നു. ഇന്നലെ കോടതിയിലെ മീഡിയേഷൻ വിഷയം വരുമ്പോൾ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഓർത്തഡോക്സുകാരൻ അതിൽ കയറി ചെന്ന്
ഞാനാണ് ഓർത്തഡോക്സ് സഭയുടെ വക്താവ് എന്ന് പറഞ്ഞ് സഭയ്ക്ക് അല്പം ദോഷമുള്ള ചില കാര്യങ്ങൾ അവിടെ പറഞ്ഞു. ഇത് സഭ സമ്മതിക്കുമെന്ന് എന്നോട് ചോദിക്കുന്നില്ല, സേവ്യർ സിമത്രാജനോട് ചോദിക്കുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല. അങ്ങനെയുള്ള കുറേ ഡ്യൂപ്ലിക്കേറ്റ് ഓർത്തഡോക്സുകാർ ഇതിൻ്റെ അകത്തുണ്ട്, വ്യക്തമായിട്ടറിയാം. എന്നിട്ട് അവർ ഓർത്തഡോക്സ് സഭയുടെ വക്താക്കളാണെന്ന് നാടാകെ വിളിച്ചു പറഞ്ഞ് അവരുടെ ബിസിനസ് നടക്കുന്നു, അവർ ലാഭമുണ്ടാക്കുന്നു. ഇതൊക്കെ തിരിച്ചറിയുമ്പോൾ ഒരുപക്ഷെ അല്പം വികാരഭരിതനായി സംസാരിക്കുവാൻ ഞാൻ നിർബന്ധിതനായിരിക്കും. ക്ഷമിക്കുക, ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതല്ല. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഇതിനൊക്കെ ഏക പോംവഴി എന്ന് പറയുന്നത് നമ്മുടെ നിലവിളിയോട് നൊന്തുള്ള പ്രാർത്ഥനയാണ്, കണ്ണുനീരാണ്. പരിശുദ്ധ പരിമല തിരുമേനി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അനീതിയുടെ നിലം കൊണ്ട് നമുക്കൊന്നും വേണ്ട. അനീതി ചെയ്തു തരണം, അനീതി അർഹിക്കാത്ത ഒന്നും തന്നെ ഇതുവരെ ആരോടും ചോദിച്ചിട്ടില്ല. ചോദിച്ചാൽ തരരുതേന്നേ പറഞ്ഞിട്ടുള്ളൂ. പ്രിയമുള്ളവർ, ഇങ്ങനെയുള്ള ഒരു വലിയ പ്രതിസന്ധി ഘട്ടം മലങ്കര സഭ എന്ന് വെല്ലുവിളിയായിട്ട് ഞാൻ കാണുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ദുഃഖമുണ്ട്, പറയാൻ പാടില്ലെന്ന് എനിക്കറിയാം, പക്ഷെ പറഞ്ഞു പോകുന്നു. ആരെയും നോവിക്കാനല്ല, ആരെയും കുറ്റപ്പെടുത്താനല്ല. നമ്മുടെ ഉള്ളിൻ്റെ ഈ സഭ എൻ്റേതാണെന്നുള്ളൊരു വികാരം വരുമ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തിളച്ച് പൊങ്ങുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഒരുപക്ഷെ അത്രയും യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. ഏത് മന്ത്രിയുടെ അടുത്ത് ചെല്ലുമ്പോഴും എന്തെങ്കിലും മുടന്ത ന്യായം പറയും. ചില മന്ത്രിമാരെ ഒന്ന് കാണണമെന്ന് പറയുമ്പോൾ ഞാൻ വളരെ ബിസിയാണെന്ന് പറയും. അങ്ങനെയൊക്കെ ഒരുപാട് അവഹേളനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഞാൻ നിങ്ങളെ വെറുതെ ഒന്ന് അറിയിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുക, വേറെ ഒന്നും ചെയ്യണ്ട. രാഷ്ട്രീയവും വേണ്ട, നമുക്ക് കൊടിയും വേണ്ട, ഒന്നും വേണ്ട. ദൈവം നമ്മോടൊപ്പം ഉണ്ട്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ മധ്യസ്ഥത നമുക്ക് എല്ലാവർക്കും കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.